പൂക്കളെ നിങ്ങൾക്ക് ഇറുത്തുമാറ്റാം, എന്നാൽ വസന്തത്തെ തടഞ്ഞു നിർത്താനാവില്ല. ICC 2020 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ തുടർച്ചയായി രണ്ടാം തവണയും കിരീടം നേടുമ്പോൾ പാബ്ലോ നെറൂദയുടെ വിഖ്യാതമായ ഈ വരികളാണ് ഓർമ്മ വരുന്നത്. സ്വന്തം നാട്ടിലെ മത്സരത്തിൽ പോലും തിളങ്ങാനാവാതെ ടീമിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വന്ന മലയാളികളുടെ അഭിമാനതാരം സഞ്ജു സാംസൺ ഇപ്പോൾ അവിസ്മരണീയമായി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിറഞ്ഞു ചിരിക്കുകയാണ്. ടീമിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വന്ന സഞ്ജുവാണ് മാലാഖച്ചിറകുകൾ വിടർത്തി കുട്ടിക്രിക്കറ്റിൽ ഇന്ത്യക്ക് രക്ഷനായത്. തുടർച്ചയായ 3 നോക്കൌട്ട് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറികൾ. പ്ലെയർ ഓഫ് ദ സീരീസ് 89 റൺസുകളോടെ 2020 ലോകകപ്പ് ഫൈനലിൽ ഏറ്റവുമധികം റൺസ് നേടിയ താരം. അയാൾ വിയർപ്പൊഴുക്കി തീർത്തത് റെക്കോർഡുകളുടെ പെരുമഴക്കാലമാണ്. ടോസ് നേടിയ കിവീസ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ 2 ഓവറുകളിൽ കരുതലോടെയാണ് സഞ്ജു അഭിഷേക് സഖ്യം ബാറ്റ് ചെയ്തത്. 12 റൺസ് മാത്രമായിരുന്നു അപ്പോൾ സ്കോർ ബോർഡിലെ സമ്പാദ്യം. പിന്നീട് രണ്ടുപേരും പതിയെ താളം കണ്ടെത്തി. മോശം പന്തുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സഞ്ജുവിനെയാണ് കണ്ടത്. അഭിഷേക് കൂറ്റനടികൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. 18 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് തന്റെ ക്ലാസ് ഒരിക്കൽ കൂടി തെളിയിച്ചു. യെസ്, ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ്. ഈ T20 വേൾഡ് കപ്പിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 എന്ന റെക്കോർഡ് സ്വന്തം പോക്കറ്റിലാക്കിയായിരുന്നു താരത്തിന്റെ മടക്കം. അപ്പോഴേക്കും ഇന്ത്യ 7.1 ഓവറിൽ 98 റൺസ് കൂട്ടിച്ചേർത്തിരുന്നു. പിന്നാലെ വന്ന ഇഷാൻ കിഷനെ കൂട്ടുപിടിച്ച് സഞ്ജു അടിച്ചുകയറി. അഭിഷേകിന്റെ വിക്കറ്റെടുത്ത റജിൻ രവീന്ദ്രയെ സഞ്ജു 1 ഓവറിൽ 3 തവണ അതിർത്തി കടത്തി. രണ്ടാളും ഒരുമിച്ച് കിവീസ് ബോളർമാരെ പ്രഹരിച്ചപ്പോൾ 2ാം വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴേക്കും ഇന്ത്യ നേടിയത് 203 റൺസ്. 48 പന്തിൽ 105 എന്ന മികച്ച കൂട്ടുകെട്ട്. പിന്നീട് ജെയിംസ് നിഷാമിന്റെ 1 ഓവറിൽ 3 താരങ്ങൾ പുറത്തായി. കുത്തിയൊലിച്ചു വന്ന ഇന്ത്യൻ റൺ റേറ്റിന് അല്പനേരത്തേക്ക് ശാന്തത. പിന്നെ ഹാർദിക് പാണ്ഡ്യ 18 റൺസ് നേടി പുറത്തായി. അവസാന ഓവറിൽ ശിവം ദുബെ ആഞ്ഞടിച്ചതോടെ ഇന്ത്യൻ ടോട്ടൽ 255ലേക്ക്. കിവീസിന് മുമ്പിൽ വലിയൊരു റൺമല പടുത്തുയർത്തി ഇന്ത്യ ഫീൽഡിംഗിലേക്ക്. ടിം സീഫേർട്ടും ഫിൻ അലനും ചേർന്ന് ന്യൂസിലൻഡിന് നല്ല തുടക്കം നൽകി. എന്നാൽ പേസർമാരെ തല്ലുന്നത് കണ്ട് അപകടം മണത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 3ാം ഓവർ എറിയാൻ അക്ഷർ പട്ടേലിനെ പന്തേൽപ്പിച്ചു. ഫിൻ അലനെ തിലക് വർമ്മയുടെ കൈകളിലെത്തിച്ച് അക്ഷർ കളിയുടെ കടിഞ്ഞാൻ പിടിച്ചു. പിന്നാലെ അടുത്ത ഓവറിൽ റജിൻ രവീന്ദ്രയെ ബുംറയും മടക്കി. കിവീസ് 32-2. അധികം വൈകാതെ ഗ്ലെൻ ഫിലിപ്സിന്റെ കുറ്റി തെറിപ്പിച്ച് അക്ഷർ വീണ്ടും ന്യൂസിലൻഡിന് പ്രഹരം നൽകി. കളിയുടെ ഗതി തീരുമാനമായതോടെ ശാന്തമായാണ് ശേഷം ഇന്ത്യ കളിച്ചത്. ടിം സീഫേർട്ടും മാർക്ക് ചാപ്മാനുമെല്ലാം കൂടാരം കയറിയതോടെ ഡാരി മിച്ചലായി ന്യൂസിലാൻഡിന്റെ അവസാന പ്രതീക്ഷ. മിച്ചലിനെയും അക്ഷർ മടക്കിയതോടെ ഇന്ത്യൻ വിജയം 90% ഉറപ്പായി. ഗ്യാലറിയിൽ ആരവങ്ങൾ നിറഞ്ഞു. ഇന്ത്യയ്ക്കു വേണ്ടി 2 തവണ നേരത്തെ കിരീടം നേടിയ MS ധോണിയും രോഹിത് ശർമ്മയും ആവേശത്തോടെ പിൻഗാമികളുടെ കളി കണ്ടിരുന്നു. മികച്ച യോർക്കറുകളിലൂടെ ജെയിംസ് നിഷാം, മാറ്റ് ഹെൻറി, ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ എന്നിവരുടെ കുറ്റികൾ തെറിപ്പിച്ച് അഹമ്മദാബാദിന്റെ ആകാശത്ത് അവതാരപ്പിറവിയായി ബൂം ബൂം ബുംറ. ഒടുവിൽ 19ാം ഓവറിൽ പന്തെടുത്ത അഭിഷേക് ജേക്കബ് ഡഫിയെ കൂടി മടക്കിയതോടെ ഇന്ത്യ ചരിത്ര ജയത്തിലേക്ക്. ഹോട്ട്സ്റ്റാറിൽ കളി കണ്ടത് 81 കോടി ജനങ്ങൾ. 162 കോടി കണ്ണുകളിൽ കണ്ടത് നീലമാനത്തെ വിജയതാരങ്ങളെ. ഇത് ഐതിഹാസിക വിജയം. ഒരേ മനസ്സോടെ പൊരുതിയ ടീം ഇന്ത്യയുടെ ജൈത്രയാത്ര. ആ ജൈത്രയാത്രയുടെ അമരക്കാരനായി തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി സഞ്ജു സാംസൺ. തന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് തന്റെ തോൽവി കണ്ട് പുഞ്ചിരിച്ച നീചരോട് ചിരിച്ച് സഞ്ജു ഇപ്പോൾ പറയുന്നു, ഇൻസൾട്ടാണ് മുരളി, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ ഈ നിമിഷത്തിനാണ് ഇതുവരെയും ക്ഷമയോടെ കാത്തിരുന്നത്. ഇനി ഞാൻ ഇവിടെ തന്നെയുണ്ടാകും. വിമർശകരുടെ നെഞ്ചിൻ കൂട് തകർത്ത് സഞ്ജുവിനിപ്പോൾ ഈ പാട്ടുപാടാം. മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം ഉണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക്